ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എൽഡിസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനിയും ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലുള്ളത് കേട്ടോ. അതുകൊണ്ട് ഞാനിതിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാരാണ്? സെക്രട്ടറി ജനറൽ. മനുഷ്യാവകാശ കമ്മീഷനിലെ ഔപചാരിക അംഗങ്ങളുടെ എണ്ണം എത്ര? 7. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ. മനുഷ്യാവകാശ കമ്മീഷനിലെ ഔപചാരിക അംഗങ്ങളുടെ എണ്ണം എത്ര? 7. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആകെ അംഗങ്ങൾ എത്ര? 6. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറലാണ്. മനുഷ്യാവകാശ കമ്മീഷനിലെ ഔപചാരിക അംഗങ്ങളുടെ എണ്ണം എത്ര? 7. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആകെ അംഗങ്ങൾ എത്ര? 6. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. മനുഷ്യാവകാശ കമ്മീഷനിലെ ഔപചാരിക അംഗങ്ങളുടെ എണ്ണം 7ഉം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആകെ അംഗങ്ങൾ 6ഉം. ഓക്കെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1993 സെപ്റ്റംബർ 23. വർഷങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കൃത്യമായിട്ടൊരു നോട്ടിലെഴുതി പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കത് പോകും കയ്യിൽ നിന്ന്. അപ്പം ദേശീയ മനുഷ്യാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ അംഗങ്ങളുടെ കാലാവധി എത്ര? ചെയർമാൻ അംഗങ്ങളുടെ കാലാവധി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം ഓർ 70 വയസ്സ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1993 സെപ്റ്റംബർ 28. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? അരുൺകുമാർ മിശ്ര. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? അരുൺകുമാർ മിശ്ര. അന്നേരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ. മനുഷ്യാവകാശ കമ്മീഷനിലെ ഔപചാരിക അംഗങ്ങളുടെ എണ്ണം 7. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആകെ അംഗങ്ങൾ 6. പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം എന്നാണ്? 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? അരുൺകുമാർ മിശ്ര. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗമായ ആദ്യ മലയാളി ആരാണ്? ഫാത്തിമ ബീവി. മറക്കരുത് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗമായ ആദ്യ മലയാളി ഫാത്തിമ ബീവി. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാർ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗമായ ആദ്യ മലയാളി ഫാത്തിമ ബീവി. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ രണ്ടാമത്തെ വ്യക്തി ആരാണ്? MN വെങ്കിടചെല്ല. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അരുൺ മിശ്ര. പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗമായ നമ്മൾ എന്തായിരുന്നു ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായ രണ്ടാമത്തെ വ്യക്തി ആരാണ്? MN വെങ്കിടചെല്ലയ. ഓക്കെ. അപ്പോൾ MN വെങ്കിടചെല്ലയ. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചെന്നാണ്? 1992-31. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 സെപ്റ്റംബർ 28. ദേശീയ വനിത ഇങ്ങനെ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്ത് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഡേറ്റ്സ്. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1992 ജനുവരി 31. പിന്നെ നമ്മൾ ഈ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിലും വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993, ദേശീയ വനിതാ കമ്മീഷൻ എന്നാണ് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ്റെ കാലാവധി 3 വർഷം. അത് രണ്ടും സെയിം ഒന്ന് തന്നെ, മറ്റേത് 3 വർഷം തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്. ഓക്കെ. പിന്നെ ദേശീയ വനിതാ കമ്മീഷൻ്റെ രണ്ടാമത്തെ അധ്യക്ഷ ആരാണ്? മോഹിനി ഗിരി. ഓക്കെ. ദേശീയ വനിതാ കമ്മീഷൻ്റെ രണ്ടാമത്തെ അധ്യക്ഷ മോഹിനി ഗിരി. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ്റെ കാലാവധി 3 വർഷം. ദേശീയ വനിതാ കമ്മീഷൻ രണ്ടാമത്തെ അധ്യക്ഷ മോഹിനി ഗിരി. നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേഖ ശർമ്മ. നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? രേഖ വർമ്മ. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. തൊട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാരാണ്? സെക്രട്ടറി ജനറൽ. നിങ്ങളുടെ കൂടെ പറഞ്ഞു പോകട്ടെ, എന്നാലേ കിട്ടുകയുള്ളൂ നമുക്ക്. പിന്നെ മനുഷ്യാവകാശ കമ്മീഷനിലെ ഔപചാരിക അംഗങ്ങളുടെ എണ്ണം എത്ര? 7. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആകെ അംഗങ്ങൾ എത്രയാണ്? 6. മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം എന്നാണ്? 1992 സെപ്റ്റംബർ 28. പിന്നെ നമ്മൾ വേറൊരു ഡേറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദേശീയ വനിതാ കമ്മീഷൻ. അതെപ്പോഴാണ്?
ഇത് 1993 സെപ്റ്റംബർ 28 മറ്റേതാണ് 1992 ജനുവരി 31. ഓക്കെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ അംഗങ്ങളുടെ കാലാവധി എത്രയായിരുന്നു? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. മറ്റടുത്ത് എത്രയായിരുന്നു? 3 വർഷം തന്നെയാണ്. സെയിം അല്ലേ ഏത് വനിതാ കമ്മീഷനിൽ. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ അരുൺ മിശ്ര. ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? രേഖ ശർമ്മ. അത് ഞാൻ പറഞ്ഞാൽ രണ്ടും താരതമ്യം ചെയ്ത് പഠിക്കണം പറയുന്നത്. പിന്നെ അടുത്തത് അതിനകത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗമായ ആദ്യ മലയാളി ആരാണ്? ഫാത്തിമ ബേബി. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ രണ്ടാമത്തെ വ്യക്തി ആരാണ്? എം.എൻ. വെങ്കിട ചെല്ലായ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ്റെ കാലാവധി 3 വർഷം. ദേശീയ വനിതാ കമ്മീഷൻ്റെ രണ്ടാമത്തെ അധ്യക്ഷരാണ് മോഹിനി ഗിരി. നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? രേഖ ശർമ്മ. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും വളരെ തീക്ഷ്ണതയോടെ ഇരുന്ന് പഠിക്കുക, കൃത്യമായി നോട്ട് എഴുതി പഠിക്കുക. ഓക്കെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് വീഡിയോസ് ചെയ്യാനാവുകയുള്ളൂ. ഓക്കെ. താങ്ക് യു ഫ്രണ്ട്സ്.